അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾക്ക് കയറ്റാൻ പോകുന്ന വീടിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇൻഷാ അള്ളാ ഞങ്ങൾ ആദ്യം സ്ഥലം മേടിച്ചിട്ടു. 8 കൊല്ലമായിട്ട് റെൻ്റാണ് കേട്ടോ. ആദ്യം സ്ഥലം മേടിച്ചിട്ട് പിന്നെ അത് ശരിയാക്കി. സ്ഥലം മേടിച്ചിട്ട് കുറച്ച് കിടന്നു. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്തത്. പിന്നെ അൽഹംദുലില്ലാ കുറ്റിയടിച്ചു. സ്ഥലമൊക്കെ ഒന്ന് ലെവലാക്കിയതിൻ്റെ ശേഷം ഒപ്പാക്കിയതിൻ്റെ ശേഷം കുറ്റിയടിയൊക്കെ ചെയ്തു കേട്ടോ. അൽഹംദുലില്ലാ കുറ്റിയടിച്ച് കണ്ടപ്പോൾ ഒരു സമാധാനമായി. കുറ്റിയടിച്ചതിൻ്റെ ശേഷം പിന്നെ പതുക്കെ കല്ലൊക്കെ ഇറക്കിയിട്ടതിൻ്റെ ശേഷം തറപ്പണി തുടങ്ങി. തറപ്പണിയുടെ സമയത്തും കുറച്ച് ടെൻഷനൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. വീട് പണി ചെയ്ത് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും അൽഹംദുലില്ലാ തറപ്പണി കഴിഞ്ഞ് കണ്ടപ്പോഴും ഒരുപാട് സന്തോഷമായി. കാരണം വാടകയ്ക്ക് ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത്. വാടകയ്ക്ക് എന്നല്ല, ഏതൊരു മനുഷ്യൻ്റെയും ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കണം, സ്വന്തമായിട്ടൊരു വീട്ടിലിരിക്കണം എന്നുള്ളത് ആരുടെ ഒരു സ്വപ്നമാണല്ലോ അല്ലേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വാടകയ്ക്ക് ഇരിക്കുന്നവരോ സ്വന്തമായിട്ട് വീടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വീട് പണി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അല്ലാഹു തആല എല്ലാവർക്കും വീടില്ലാത്തവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീട് പണി തുടങ്ങാനും വീട്ടിലിരിക്കാനൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അങ്ങനെ തറപ്പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറ്റിയടിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ചീരിഞ്ഞ് കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇട്ടതൊക്കെ. അതൊക്കെ ആ സമയത്ത് ഞാൻ ഓരോന്നിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇതൊക്കെ. ഇതിൻ്റെ മാമയാണ് കേട്ടോ. ജിലേബി കൊടുക്കുകയാണ് എല്ലാവർക്കും. ഇത് സലമോന് ചെറിയ കുട്ടിയാണ്, അനിയത്തിയുടെ കൊച്ചുമോളുടെ മോന്. അതേപോലെ എൻ്റെ അനിയത്തികളും അതേപോലെ എൻ്റെ ഇക്കാൻ്റെ താത്താരും ഉമ്മ അപ്പ അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തറപ്പണിയൊക്കെ കഴിഞ്ഞു. മാഷാ അള്ളാ. തറപ്പണി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മണ്ണിടാതെയും കുറച്ച് കിടന്നു കേട്ടോ. തറ ഫുള്ള് ഇങ്ങനെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം മണ്ണിടാതെ പിന്നെ അങ്ങനെ കുറച്ച് കിടന്നു. മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ മണ്ണ് കിട്ടിയതിൻ്റെ ശേഷം ഞാനും ഉമ്മയും ഇവിടുത്തെ ഇക്കാൻ്റെ ഉമ്മയും മക്കളും കൂടിയിട്ട് വെറുതെ ഒന്ന് തറ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം അൽഹംദുലില്ലാ മണ്ണൊക്കെ ഇട്ടതിൻ്റെ ശേഷം കുഴലടിച്ചു, വെള്ളം കണ്ടു. അൽഹംദുലില്ലാ നല്ല വെള്ളമായിരുന്നു. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെ വെള്ളം കിട്ടി. അതും ഒരുപാട് സന്തോഷമായി. അതിൻ്റെ ശേഷമാണ് പിന്നെ കട്ടവെപ്പ് ഉണ്ടായിരുന്നത്. കട്ടിള വെക്കുകയല്ല കേട്ടോ ചെയ്തത്, കട്ട വെപ്പായിരുന്നു. കട്ട വെപ്പ് ഇപ്പോൾ ഈ പണികളൊന്നും നടന്നിട്ട് പോയി കട്ടിള ജനലൊന്നും വെച്ചിട്ടില്ല. അതെന്താ സെപ്പറേറ്റ് ആയിട്ട് വേറെ റെഡിമെയ്ഡായിട്ട് വെക്കൂലേ, അങ്ങനെ വെക്കാനാണെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ കട്ട വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ വാർത്ത് പണികളൊക്കെ തുടങ്ങി. അൽഹംദുലില്ലാ അതിൻ്റെ ശേഷം പിന്നെ വാർപ്പായി. എന്താ പറയുക, ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഓരോന്നായി കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തറപ്പണി നടക്കണം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തറപ്പണി നടക്കണത്. അങ്ങനെ അൽഹംദുലില്ലാ വാർപ്പ് കഴിഞ്ഞു. ഇത് തൊട്ടപ്പുറത്ത് കാണുന്ന തറയാണ് കേട്ടോ. അതിനപ്പുറത്ത് കാണുന്നതാണ് വാർപ്പ് കഴിഞ്ഞതാണ് നമ്മുടെ വീട്. അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുണ്ട് കേട്ടോ. അതൊരു വലിയൊരു വളപ്പാണ്. അതിലിങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഓരോ ഭാഗത്ത് ഓരോ ആൾക്കാർ 10 സെൻറ്റും 20 സെൻറ്റും നടുക്കിൽ കൂടെ വഴിയായിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഒരു സ്ഥലമാണ് ഇത്. വാർപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് റൂം, പിന്നെ ഹോള് കഴിഞ്ഞിട്ട് ഈ സൈഡിലായിട്ടാണ് കേട്ടോ നിസ്കാര റൂം വരുന്നത്. എനിക്കൊരാഗ്രഹമായിരുന്നു ചെറിയതാണെങ്കിലും ഒരു നിസ്കാര റൂം, നമുക്കൊരു വൃത്തിയിലും വെടുപ്പിലും ഒരു പ്രൈവസി ആയിട്ട് നിസ്കരിക്കണൊരിത് വേണം. കാരണം ഇപ്പോൾ വാടകയ്ക്ക് ഇരുന്നിട്ടായാലും ഒക്കെ നമുക്ക് നിസ്കരിക്കാനൊക്കെ എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നും നമ്മളെ സാധാ റൂമുകളിലാവുമ്പോഴൊക്കെ. അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ. ഇതതിൻ്റെ ബാത്റൂമാണ്. 2 റൂമാണുള്ളത്. പിന്നെ ഇത് രണ്ടാമത്തെ റൂമാണ്. ഇതതിൻ്റെ ബാത്റൂമാണ്. ഒരു റൂം ഇൻഷാ അള്ളാ അപ്പാക്കും ഉമ്മാക്കും കുട്ടികൾക്കും കൂടി കിടക്കാൻ, ഒരു റൂം ഇക്കും ഇക്കാക്കും ഇൻഷാ അള്ളാ. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവൊക്കെ പെട്ടെന്ന് സാധിപ്പിച്ച് തരട്ടെ. ഇത് ഹോളാണ്. ഇത് ഹോളുള്ള പർഗോള ആ ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ മേലത്തെ വാർപ്പ് അപ്പം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കോണി റൂം വാർപ്പ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഇങ്ങനെ ഓപ്പൺ കിച്ചണായിട്ടുള്ളൊരു മോഡലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ കുറച്ച് വലുപ്പത്തിൽ വേണമെന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞിരുന്നു. കാരണം എല്ലാ സൗകര്യങ്ങളും വർക്ക് ഏരിയയിലാക്കിയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാ അള്ളാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റുള്ള ഭാഗമാണ് ഇവിടെ അങ്ങനെ എന്താ പറയുക, കുണ്ടൊക്കെ വേസ്റ്റ് കുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ. ആ സ്ഥലം തന്നെ ഉള്ളൂ.
അൽഹംദുലില്ലാ. അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ശേഷം അതിൻ്റെ കോണി റൂമിൻ്റെ വാർപ്പും കഴിഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു ഭാഗമാണിത്. അങ്ങനെ വാർപ്പ് വരെ ആയിട്ടുള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞ് അതുപോലെയൊക്കെ ആവും ഇൻഷാ അള്ളാ.